ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ബൈ. കേരളം മൊത്തം എമ്പുരാന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി എമ്പുരാൻ ഫീവർ എന്ന് പറയാം ഓൾ കേരളം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമ്പുരാന് വേണ്ടി ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ലാലേട്ടൻ്റെ അടുത്ത ചിത്രം തുടരും എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തരുൺ മൂർത്തി ട്രെയിലറിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, പഴയ ലാലേട്ടൻ അല്ലെങ്കിൽ 90s ആ ഒരു കാലഘട്ടം, 80s 90s ഉള്ളൊരു ലാലേട്ടൻ്റെ ആ ഒരു മാനരിസവും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയാം. പ്രത്യേകിച്ച് അവസാനം ഞാൻ ഇതുപോലെ ക്യാരക്ടറൊക്കെ അവസാനം കണ്ട സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെയാണ്. അതായത് ആ ഒരു സിനിമയുടെ പേര് രസാന്തരം പോലെ, അങ്ങനെയുള്ളൊരു ആ ഒരു മൂഡിലുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ, ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ജോഡി, അതായത് മോഹൻലാലും ശോഭന ചേച്ചിയും, ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടെ ഇവരുടെ കോംബോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക നാടോടിക്കാറ്റ്, വൈശാഖ സന്ധ്യയെ, ആ ഒരു സംഭവമാണ്. പിന്നെ മിന്നാരം, അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇവർ തമ്മിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിന്നാരവും നാടോടിക്കാറ്റുമാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തിയ സംഭവമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഏതായാലും ട്രെയിലറിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു സിനിമ. ഒത്തിരി അടിപിടിയൊന്നും ഇല്ലാതെ, അങ്ങനത്തെ ബഹളങ്ങളൊന്നും ഇല്ലാതെ, ഹ്യൂമർ അല്ലെങ്കിൽ രസതന്ത്രം, ആ ഒരു മോഡൽ. അങ്ങനെ കുറേ സിനിമകളുണ്ടല്ലോ ലാലേട്ടൻ്റെ ഫീൽ ഗുഡ് മൂവീസ്. ആ ഒരു സംഭവം, അങ്ങനെ ഒരു ടെംപ്ലേറ്ററിലൂടെയാണ് കഥ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ സ്വയം ട്രോളുക, സ്വന്തമായിട്ട് സ്വയം താടിയൊക്കെ വെച്ചതോ സ്വന്തം താടിയെ ട്രോളുന്നു, അങ്ങനെ സ്വയം ട്രോളിക്കൊണ്ടൊരു ലാലേട്ടൻ, സെൽഫ് ട്രോളൊക്കെ വെച്ചുകൊണ്ട് ഉള്ളൊരു കഥാപശ്ചാത്തലം. ആ രീതിയിലാണ് ഇതിനെ ഡയറക്ടർ ഒരുക്കിയിരിക്കുന്നത്, തരുൺ മൂർത്തി. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് വിജോയ്. എം ജി ശ്രീകുമാർ പാടിയ പാട്ട് കൺമണി പൂവേ എന്നുള്ള പാട്ടൊക്കെ ഓൾറെഡി ഹിറ്റായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പാട്ട്, അതോടൊപ്പം ലാലേട്ടൻ്റെയും ശോഭന ചേച്ചിയുടെയും ഒരു കെമിസ്ട്രിയും കാര്യങ്ങളും, അവർ തമ്മിലുള്ള സംഭവങ്ങളും, പിന്നെ സ്വന്തം താടിയെ ട്രോളിക്കൊണ്ടു, പിന്നെ ചൂലൊക്കെ എടുത്തെറിയുന്ന സീൻസൊക്കെ, അതൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു. അങ്ങനെ ഒരു ചിരി ഉണർത്തുന്ന അല്ലെങ്കിൽ പണ്ട് കാലത്ത് സത്യനന്ദിക്കാട് ചെയ്ത പോലത്തെ ചിത്രങ്ങൾ, ആ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫാമിലിക്കായിട്ടുള്ളൊരു ചിത്രം, അങ്ങനെ ഒരു ഇതിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാറിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയാണെന്നാണ് ട്രെയിലർ കണ്ടപ്പോഴും മനസ്സിലായത്. ട്രെയിലറിൻ്റെ അവസാനം സീരിയസ് ആയ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും കാറിനെ ചുറ്റിപ്പറ്റി പോകുന്നൊരു കഥയാണെന്ന് തോന്നുന്നു. ഏതായാലും എമ്പുരാന് വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എമ്പുരാൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു സിനിമ അടുത്തത് തുടരും. എൻ്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്ത് വിട്ടിരിക്കുകയാണെന്ന് പറയാം. ഏതായാലും പഴയ ഒരു കോമഡി നിറഞ്ഞ, അല്ലെങ്കിൽ 80s 90s ഉള്ളൊരു ലാലേട്ടൻ്റെ, സിനിമകൾക്ക് മുമ്പുള്ള ഒരു ലാലേട്ടനെ കാണുവാൻ സാധിച്ചു എന്നത് നമുക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴും മനസ്സിലായി. തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.